ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ എന്നും ഫിറ്റ്നസ് വീഡിയോസും വർക്കൗട്ടിനെ സംബന്ധിച്ചുള്ള വീഡിയോകളുമാണ് എൻ്റെ ചാനൽ കൂടി അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ഇന്ന് ഞായറാഴ്ചയാണ്. രാവിലെ ചുമ്മാതെ ഒന്ന് നടക്കാം എന്ന് കരുതി ഇറങ്ങിയതാണ്. അപ്പം നമ്മുടെ നാടുമൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. രാവിലെ അങ്ങനെ വീട്ടിനടുത്തുള്ള നമ്മുടെ ഒരു ക്ഷേത്രത്തിൻ്റെ മുമ്പിലോട്ട് ഒന്ന് വന്നിരിക്കുകയാണ്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ക്ഷേത്രം. തൃപ്പനയം ദേവീക്ഷേത്രം എന്ന് പറയും. കൊല്ലം ജില്ലയിലെ തൃപ്പനയം ദേവീക്ഷേത്രം വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു അമ്പലമാണ്. അപ്പം വന്നതിന് 2 ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, വൈഫിനെ ഒന്ന് സ്കൂട്ടറൊക്കെ ഒന്ന് പഠിപ്പിക്കണമെന്നുണ്ട്. അയാൾക്ക് സ്കൂട്ടർ ഓടിക്കണമെന്ന് വലിയ ആഗ്രഹം. അപ്പം സ്കൂട്ടറൊക്കെ ഒന്ന് ഓടിച്ച് പഠിപ്പിക്കാനൊരു ചെറിയ മൈതാനമൊക്കെ ഉണ്ട് ഇവിടെ. അത് മാത്രമല്ല, വളരെ മനോഹരമായിട്ടുള്ള നല്ല രസമാണ് ഇവിടെ ഇങ്ങനെ വന്നിരിക്കാനായിട്ട്. നല്ല വയലും നല്ലൊരു തണുപ്പും ഒക്കെ ഉള്ള നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലം. അപ്പം എന്നും വർക്കൗട്ട് വീഡിയോസൊക്കെ ഇടുന്നത്. അപ്പം എൻ്റെ നാടും കൂടെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതി. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ എടുത്തത്. അപ്പം ഇതാണ് നമ്മുടെ തൃപ്പനയം ദേവീക്ഷേത്രം. വളരെ പ്രശസ്തമായിട്ടുള്ള കൊല്ലം ജില്ലയിലെ ഒരു അമ്പലമാണ്. ഒരുപാട് ഭക്തജനങ്ങളൊക്കെ വരുന്ന പ്രശസ്തമായ അമ്പലം. അപ്പം അതിൻ്റെ ചുറ്റോട്ടമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ആ ഒരു സമീപത്തായിട്ടുള്ള ആ ഒരു മൈതാനമാണിത്. ഓക്കെ, അപ്പം ഇത് വ്യായാമം ചെയ്യാനൊക്കെ വളരെ നല്ലൊരു മൈതാനമാണ്. സത്യത്തിൽ ഈ മൈതാനം കാണുമ്പോൾ എനിക്ക് ഇപ്പോൾ ഇവിടെ വെച്ച് തന്നെ വർക്കൗട്ടൊക്കെ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അത്രയ്ക്കും നല്ല രസകരമായിട്ടുള്ള ഒരു അന്തരീക്ഷവും നല്ല ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷമൊക്കെയാണ്. അപ്പം വർക്കൗട്ടൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള ഈ നല്ല സ്ഥലങ്ങൾ ഒക്കെ തിരഞ്ഞെടുത്ത് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ കുറേ കൂടെയൊക്കെ ശരീരത്തിനും മനസ്സിനുമൊക്കെ ഒരു ആഹ്ലാദം ഉണ്ടാവും. അപ്പം നമ്മുടെ വൈഫ് പതുക്കെ സ്കൂട്ടറൊക്കെ ഓടിച്ചിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളിങ്ങനെ പതുക്കെ ഓടിച്ച് തെളിയുന്നതേ ഉള്ളൂ. അപ്പം ഇവിടെ ആകുമ്പം വലിയ ഒരു ആൾത്തിരക്കൊന്നുമില്ല. പിന്നെ ഒരു മൈതാനം കൂടെ ആയതുകൊണ്ട് ഇവിടെ ഓടിക്കട്ടെന്ന് കരുതി അങ്ങനെ 2 പേരോട് ഇറങ്ങിയതാണ്. അപ്പം എൻ്റെ വർക്കൗട്ടുകളൊക്കെ ഞാൻ കാണിച്ചു തരുന്നതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം വർക്കൗട്ടൊക്കെ ചെയ്യുക. അപ്പം ഇതാണ് നമ്മുടെ ആ അമ്പലം. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് വലിയ ആളൊന്നും കാണുന്നില്ല. രാവിലെ 6 മണി 6:15 സമയത്താണ് ഞാനത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം സത്യത്തിൽ നമ്മൾ ഈ വ്യായാമമൊക്കെ ചെയ്യുന്നതിനിടയ്ക്കും ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി ഒരല്പം നേരമൊക്കെ ഇരിക്കുമ്പം ഒരു സന്തോഷമാണ്, ഒരു മനസ്സമാധാനമാണ്. അപ്പോൾ ഇതിലെ കൂടെയൊക്കെ ഒരുപാട് നടത്തക്കാരുണ്ട്. രാവിലെ ഈ മോർണിംഗിന് നടക്കുന്നവരും ഓടുന്നവരും ഒക്കെ ഉണ്ട്. പക്ഷേ ഇന്നങ്ങനെ ആരെയും കാണുന്നില്ല. അപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ പെരിനാട് റെയിൽവേ സ്റ്റേഷനുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു മിക്കവാറും ആൾക്കാരൊക്കെ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തായിരിക്കാം നടക്കാൻ പോയിട്ടുണ്ടാവുക. ഒരുപാട് പേര് വ്യായാമം ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഈ പെരിനാട് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരി പതുക്കെ ഇങ്ങനെ വണ്ടി ഓടിച്ചെൻ്റെ പുറകെ കൂടെ വരുവാണ്. ഇടിക്കുമോ എന്നറിയില്ല. ഇല്ല, കുഴപ്പമില്ല, സൈഡ് കയറുന്ന് അങ്ങ് നിർത്തിയിട്ടുണ്ട്. അപ്പം എൻ്റെ ആ ഒരു സ്ഥലത്തെക്കുറിച്ചൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഞായറാഴ്ചയായിട്ട്. ഓക്കെ, അപ്പം നിങ്ങൾ എൻ്റെ ഫിറ്റ്നസ് ചാനൽ കാണുന്ന ആൾക്കാരൊക്കെ എൻ്റെ ചാനൽ വീണ്ടും ഒന്ന് പ്രോത്സാഹിപ്പിക്കണം. പുതിയ വർക്കൗട്ട് വീഡിയോസൊക്കെ ഇടാനായിട്ടുള്ള പ്ലാനിങ്ങുകളുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഒരു വയലിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ കൊക്കുകളൊക്കെ രാവിലെ ഇങ്ങനെ വന്നിരിക്കുകയാണ്. കൊക്കുകളൊക്കെ നല്ല ഭംഗിയുണ്ട്. കൊക്കുകളൊക്കെ ഇങ്ങനെ നിരന്നിരിക്കുന്നു. അടിപൊളിയായിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. നല്ല ഒരു വ്യൂ. ദൂരെ നിന്ന് കാണുമ്പോഴൊക്കെ ഒരു നല്ല പച്ചപ്പും ഒരു ചെറിയൊരു മഞ്ഞിൻ്റെ ഇതും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇപ്പം ഈ തൃപ്പനയം ദേവീക്ഷേത്രത്തിലെ ഉത്സവമാണ്. ഏതാണ്ട് ഫെബ്രുവരി മാർച്ച് മാസങ്ങളാണെന്ന് തോന്നുന്നു. ഉത്സവമൊക്കെ വരുന്നുണ്ട്. സത്യത്തിൽ ഇങ്ങനെയൊക്കെയുള്ള കൊച്ചു മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ വ്യായാമങ്ങളൊക്കെ ചെയ്യാൻ വളരെ നല്ലതായിരിക്കും. കാരണം ഈ ആൾക്കാർക്കൊക്കെ കൂട്ടമായിട്ടൊക്കെ വ്യായാമം ചെയ്യാനൊക്കെ പറ്റിയ സ്ഥലങ്ങളാണ്. കാരണം ആ പോച്ചയും ആ പുല്ലുകളും നല്ല ഒരു മാനസിക ഉന്മേഷത്തിനൊക്കെ വളരെ നല്ലതായിരിക്കും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വർക്കൗട്ട് ചെയ്യുന്നത്. കാരണം ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് നമുക്ക് കൂട്ടത്തോടൊക്കെ വ്യായാമം ചെയ്താൽ തന്നെ ഒരു രസമായിരിക്കും. നമ്മൾ ഈ ജിമ്മുകളിലൊക്കെ അടച്ചു മൂടിയിട്ട് ചെയ്യുന്നതിനേയും കാട്ടി എത്രയോ രസമായിരിക്കും, എത്രയോ മനോഹരമായിരിക്കും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളൊക്കെ ഇങ്ങനെ ഓപ്പൺ സ്ഥലത്തൊക്കെ വ്യായാമം ചെയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ. ഓക്കെ,
അപ്പോൾ ഞാനിനിയിപ്പം എൻ്റെ പുതിയ വർക്കൗട്ട് വീഡിയോകളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണം, ഏതൊക്കെ വർക്കൗട്ടുകളാണ് നിങ്ങൾക്കായിട്ട് എത്തിച്ച് തരാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വർക്കൗട്ടുകളൊക്കെ ഫോളോ ചെയ്യുക. അപ്പോൾ ഇതാണ് ഒരു താമര ഒക്കെ വിരിയുന്ന ഒരു വയലാണ്. അടിപൊളിയാണ് കേട്ടോ. ഇവിടെ മഴ സമയത്തൊക്കെ നല്ല ചുവന്ന താമര ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കും. കാണാനൊക്കെ നല്ല ഭംഗിയാണ്. ഒരുപാട് ആൾക്കാരൊക്കെ വന്ന് കാണുന്നതാണ്, പറിച്ചുകൊണ്ട് പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇന്ന് ഒന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഇന്നിങ്ങനൊരു വീഡിയോ എടുത്തത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾ ഉണ്ടാകണം. നന്ദി, ടാറ്റ.